ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഹോം ടൂറാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്, നമ്മുടെ വാടക വീടിൻ്റെ ഹോം ടൂർ. അപ്പം ഞാൻ സൗണ്ട് കൊടുത്തായിരുന്നു, പക്ഷേ ഭയങ്കര ശബ്ദം, കോഴിയുടെയൊക്കെ ഭയങ്കര ശബ്ദം കാരണമാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അത് നമ്മുടെ ഓണറിൻ്റെ വീടാണ്. അതിനുശേഷം ഇതാണ് നമ്മുടെ വീട്, ഒരു കോമ്പൗണ്ടിലാണ് കേട്ടോ, ചുറ്റും മതിലൊക്കെ വെച്ച്, അതുകൊണ്ട് നല്ല സേഫ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ വാതിൽ തുറന്നിട്ട് നോക്ക്, കണ്ട, വാല് തുറക്കുമ്പോൾ ഒരു ഹാളാണ് കാണുന്നത്, കണ്ടോ. ഒരു ചെറിയൊരു മീഡിയം ഹാളാണ് കേട്ടോ, വലിയ ഹാളൊന്നുമല്ല. ഇവിടെ നമ്മളൊരു സെറ്റി പോലെ ഇട്ടേക്കുന്നത് ഹസ്ബൻഡ് ചെയ്തതാണ്. ഹസ്ബൻഡ് കാർപ്പൻ്റർ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ചെയ്തൊരു സെറ്റിയാണ്, ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. ഞാനവിടെ പോയി ഇപ്പോഴും കിടപ്പാണ് ജോലി, തലേന്ന് നടക്കുന്നുണ്ടല്ലേ. അത് പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു ടേബിൾ, ഫുഡൊക്കെ കഴിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് എഴുതാനും പിടിക്കാനും ഒക്കെ ടേബിളിലാണ്. പിന്നെ അതിൻ്റെ ലാപ്പ് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത് ലാപ്പ്, റിംഗ് ലൈറ്റ് അങ്ങനത്തെയൊക്കെ. ഇത് മോളുടെ ബർത്ത്ഡേക്ക് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ, ചെറുപ്പം തൊട്ടുള്ളത്. അതെല്ലാം കാണിക്കാം പിന്നെ ഒരു വീഡിയോയിൽ, കുറേ ഫോട്ടോസൊക്കെ കാണിക്കാനുണ്ട്. പിന്നെ അതൊരു ചെറിയ സ്റ്റാൻഡ്, അതൊരു പുള്ളിയുടെ മോളുടെ ട്രോഫിയൊക്കെ വെച്ചേക്കുന്നത്, അതും രേഷ്യേട്ടൻ തന്നെ ചെയ്തതാണ്. ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൂമിലോട്ട് കയറി വരുന്നു. അവിടെ ഒരു ചെറിയൊരു 3 ഇതുള്ള ഷെൽഫാണ്. അതിനകത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുകയാണ്. ഒന്നും ശരിക്കും അറേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ഡെലിവറിക്ക് വീട്ടിലായിരുന്നു, വന്നിട്ടിപ്പോൾ 2-2.5 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറേ പരിമിതികളൊക്കെ ഉണ്ട്. കണ്ടോ, അവിടെ എൻ്റെ ബാഗ് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ഉണ്ട് ഒരു ഷെൽഫ്, അവിടെ എൻ്റെ കുറച്ച് പഴയ ഓർണമെൻറ്റ്സ്, അങ്ങനെയൊക്കെ ഞാൻ കാണിക്കെല്ലാം. പിന്നെ അത് മോൻ്റെ സാധനങ്ങൾ വെച്ചേക്കുന്നത്. ഇത് മോൻ്റെ തൊട്ടിയാണ് കേട്ടോ, അതിൻ്റെ സാരി വെച്ചാണ് തൊട്ടി ഉണ്ടാക്കി വെക്കുന്നത്. ഇതിലേ കിടക്കത്തുള്ളൂ. അങ്ങനെ ഈ കട്ടിലെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ 2 സൈഡ് കണ്ടോ, ആ 2 സൈഡിൽ ലൈറ്റ് തെളിയും കേട്ടോ. അതിൻ്റെ LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ പണിത കട്ടിലാണിത്. അപ്പോൾ ആ വയറ് കിടക്കുന്നുണ്ടോ, ആ വയറ് പ്ലഗിൽ കുത്തണം. അപ്പോൾ പ്ലഗും ഈ കട്ടിലും തമ്മിൽ ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട് കണ്ടോ, കാണിച്ചു തരുമോ, കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഒരു പ്ലഗുള്ളത് ഫാൻ കുത്തണം. നമുക്ക് സീലിംഗ് ഫാൻ ഇല്ല, ടേബിൾ ഫാനാണ് വെച്ചേക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് അത് കുത്താതിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തത് അലമാരിയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നതല്ല, വെച്ചിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം അലമാരയാണ് ഈ സൈഡിലുള്ളത്. അങ്ങനെ കുഞ്ഞു റൂമായതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സ്പേസ് ഉള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ വലിയൊരു ഹാളിലോട്ട് കയറുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു റൂമുണ്ട്. അങ്ങനെ 2 റൂമാണുള്ളത്. ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല കേട്ടോ. ഇത് മോളുടെ പുസ്തകങ്ങളൊക്കെ വെച്ചേക്കുന്നു. പിന്നെ തുണികളൊക്കെ, അലക്കിയ തുണികളൊക്കെ കൊണ്ടിടും. ചില സമയത്ത് മടക്കും, ചില സമയത്ത് മടക്കാൻ പോലും സമയം കിട്ടത്തില്ല കേട്ടോ. അതെൻ്റെ കണ്ടോ, അൺബോക്സ് ചെയ്തതിൻ്റെ കുറേ പെട്ടികളൊക്കെ കിടക്കുന്നു. അതെല്ലാം വാരി വലിച്ചിട്ടേക്കുവാണ്. എല്ലാം ശരിയാക്കണം, ഒന്നേന്നോട്ട് ശരിയാക്കാനുണ്ട്. ഇത് മോളുടെ ഡ്രസ്സ് മാത്രം വെച്ചേക്കുന്ന അലമാരാണ്. വേറെ ആരെയും ഡ്രസ്സ് അതിനകത്ത് വെക്കാൻ സമ്മതിക്കത്തില്ല. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. എൻ്റെ 1080 രൂപ അങ്ങനെ എങ്ങാണ്ട് മേടിച്ചതാണ്. പക്ഷെ നല്ല കേട്ടോ. ഇപ്പോൾ 1-1.5 വർഷത്തോളമായി, കുഴപ്പമൊന്നുമില്ല, നല്ല തുണിയൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹാളിലോട്ട് പോകുമ്പോഴേക്കും ഇവിടെ TV വെച്ചിട്ടുണ്ട് കണ്ടോ, TV വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ സ്പീക്കറുണ്ട്. കാരണം വെച്ചാൽ ഈശ്വരന് ഈ സിനിമയൊക്കെ കാണുമ്പോൾ സൗണ്ട് നല്ല മസ്റ്റാണ്. അതുകൊണ്ട് ഭയങ്കര സൗണ്ടിലാണ് വെക്കുന്നത്. അപ്പം സ്പീക്കർ ഭ്രാന്തനാണ്. അപ്പം അതിനുശേഷം ഒരു ഇതും ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതും ഒരു ചാരുകസേര എന്ന് ഞങ്ങൾ പറയും, അതും ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇവിടെ ഒരു മിഷൻ കിടപ്പുണ്ട്. മിഷൻ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ തയ്ക്കുവാന്ന്. തയ്ക്കത്തൊന്നുമില്ല കേട്ടോ. കീറിയ തുണികളൊക്കെ ഇല്ലേ, അങ്ങനെ തയ്ച്ചു വിടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ തയ്യക്കാരിയൊന്നും അല്ല. പിന്നെ ഞാൻ എൻ്റെ അളവിന് ഡ്രസ്സ് വെട്ടിയിട്ട് അങ്ങനെ തയ്ക്കാനും എനിക്കറിയാം, അല്ലാതെ അളവ് വെച്ചൊന്നും തയ്ക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ അവിടെ ഒരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, അവിടെ ഒരു രൂപക്കൂട് ഇരിപ്പുണ്ട് മാതാവിൻ്റെ. പിന്നെ എന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ, അത് പോണാണ്. അത് ബാത്റൂമാണ് കേട്ടോ, അത് ബാത്റൂം ആ സൈഡിൽ. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ചെറിയ ഇടനാഴിയാണ് കേട്ടോ, ഇത്രയും സ്പേസേ ഉള്ളൂ ഇതിന്. അതിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ അടുക്കള വെച്ചേക്കുന്നല്ല, അടുക്കള ഇരിക്കുന്നത്. ഇതിങ്ങനെയാണ് സാധനം ഇങ്ങനെ കിടക്കുന്നത്. അത് നമുക്കിവിടെ നമ്മൾ റെൻറ്റ് ഹൗസ് ആയതുകൊണ്ട് നമുക്ക് ഷെൽഫൊക്കെ വെക്കാനൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ അടുപ്പിലല്ല ചോറ് വെക്കുന്നത്, അടുപ്പുണ്ട് പക്ഷേ അടുപ്പിലല്ല ചോറ് വെക്കുന്നത്, ഗ്യാസിൽ തന്നെയാണ്. പിന്നെ ഞാൻ പാത്രം കഴുകിയൊക്കെ വെച്ചേക്കുന്നതിൻ്റെ കണ്ടോ, സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട്. പക്ഷേ കണ്ടോ, അതിൻ്റെ അടിയിലൊക്കെ 2 ചാക്കൊക്കെ ഇരിപ്പില്ല. അതിനകത്ത് പകുതി പാത്രങ്ങൾ എടുത്തില്ല, സ്ഥലമില്ല മെയിനായിട്ട്, അതാണ് പ്രശ്നം. എനിക്ക് ഈ അടുക്കള തീരെ ഇഷ്ടമല്ല കേട്ടോ.
ഭയങ്കര എനിക്ക് ആ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിൽ, പക്ഷെ അതിനകത്ത് ഒത്ത അടുക്കളയേ അല്ല. എല്ലാം ശരിയാവും. അങ്ങനെ നമ്മൾ വെളിയിലോട്ട് വാതിൽ തുറക്കും. എൻ്റെ നിഴലൊക്കെ കാണാം കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വെളിയിലോട്ട് കിടക്കുമ്പോഴേക്കും ഇതാണ്ട് ഇവിടെ തുണി അലക്കിയിട്ടേക്കുന്നു. പിന്നെ അവിടെ വെളിയിലൊരു ബാത്റൂമും ഉണ്ട്, ഒരു ടോയ്ലറ്റും ഉണ്ട്. അങ്ങനെ അവിടെ 2 എണ്ണം കണ്ടോ. അത് നമ്മൾ പോകാറൊന്നുമില്ല, അവിടെ വെറുതെ കിടക്കുവാണ്. പിന്നെ കണ്ടോ അവിടെ അങ്ങേറ്റത്ത് കണ്ടോ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റിൻ്റെ അപ്പുറത്തും പറമ്പാണ്, അവിടെ ചുറ്റും മതിൽ ഇട്ടേക്ക് ഇവരുടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സേഫ്റ്റിയാണ് കേട്ടോ നമുക്കിവിടെ മെയിനായിട്ട് നമ്മളിവിടെ നിൽക്കാൻ കാരണം. പിന്നെ ഇത് നമ്മുടെ മുയലും കൂടാണ്, മുയലൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് സ്നഗ്ഗി ഇടാൻ, ചുവന്ന അടപ്പുള്ള സ്നഗ്ഗി ഇടാനും മറ്റേത് വേസ്റ്റ് ഇടാൻ. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ്, അതിനകത്തൊരു പാലുകാരോ കടപ്പുണ്ടെന്ന് മാറ്റണം. പ്ലാസ്റ്റിക് നമ്മളിത് കഴുകിയിട്ട് ഉണക്കിയിട്ട് നമ്മൾ ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇത്രയും. ഇനിയിപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് ഒന്ന് ഉള്ളിലോട്ട് കയറി ആ വീടിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഒന്നുകൂടെ. മോനോടെ കിടന്ന് കരയുകയല്ല, ഭയങ്കര ദേഷ്യം കേട്ടോ. കണ്ടോ, അത് പുറകിൽ കാണുന്നത് കണ്ടോ, അതാണ് ഓണറിൻ്റെ വീട്. അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പോഴേക്കും അതെ അടുക്കള, ഈ സൈഡിൽ കയറുന്നത് അടുക്കള കേട്ടോ. പിന്നെ ഹാള് ഇത് മാതാവാണ് കേട്ടോ, മാതാവിൻ്റെ മുത്താട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്രിസ്ത്യാനി കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മാതാവിനെ. കണ്ട, അത് ഞാൻ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും, രാവിലെയും വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ ഇവിടെ മിഷൻ വെച്ചിരിക്കുന്നത് ബാത്റൂം. പിന്നെ ഇത് ഇങ്ങനെ ഇവിടെ ഒരു റൂം കണ്ട, ഇങ്ങനെ ഒരു റൂം. ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഹാള് വന്നിരിക്കുന്നത് വെളിയിൽ ഇട്ടിറങ്ങുന്നതാണ്, വാതിലാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ കിടക്കുന്ന റൂം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹോം ടൂർ എന്ന് പറയുന്നത്. ചെറിയൊരു വാടക വീടിൻ്റെ ഹോം ടൂറാണ്. ചെറിയൊരു വീടാണ്, പക്ഷേ വെളിയിൽ നോക്കുമ്പോൾ ചെറുതാണെങ്കിൽ ഉള്ളിൽ ഇച്ചിരി സ്പേസൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ്, വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ